അല്ലേ ഗൈസ്? അവിടെ എന്തോ സംഭവിച്ചു ഗൈസ്, അവിടെ എന്തോ സംഭവിച്ചു. ചവറെല്ലാം കൂടെ ഇതായെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് ഇഷ്ടപ്പെടുമോ? ഞാൻ വ്ളോഗിങ്ങിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇന്ന് പൊറോട്ട വാങ്ങാൻ പോകുന്ന സംഭവം ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഇടണം, അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന 49 വ്യൂവേഴ്സ് ഇല്ല, എനിക്ക് അവന്മാർ മതി. അതായത് ഈ കടയിൽ വന്നിട്ടുണ്ട് തമ്പി. ഇത് തമ്പി ഇന്നില്ലേക്കില്ലേ? നിങ്ങൾ കഴിച്ചോ ബ്രോ? ഇതെന്ന് തോന്നുന്നു ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കഴിക്കാൻ എന്താന്ന് ഇല്ല ബ്രോ, നിങ്ങൾ കഴിച്ചു. ഞാൻ കഴിക്കണം. ഞാൻ പഴം വല്ലതും തിന്നും. പഴം വല്ലതും. ऐसा जी ये भाई साहब को आपको याद है? कैसा है जी? ठीक है। काम कब तक है? हैं? नहीं, कितना बजे बंद होता है? 12 बजे. हाँ ठीक है जी. മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു. അതാണ്. ഹലോ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബക്കാലയാണ്. കടമൊന്നും കിട്ടൂല, പൈസ കൊടുത്ത് വാങ്ങണം. ആ കട വ്ളോഗൊന്നുമില്ല ബ്രോ, ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്യണത്. ഒരു അങ്ങനെയൊന്നും പറഞ്ഞാലേ നമ്മളിങ്ങനെ പറഞ്ഞതൊന്നും കേൾക്കാം. ഞാൻ മലയാള സിനിമയുടെ എഡിറ്ററാണെന്നൊന്നും പറഞ്ഞോളയില്ല ആരടുത്തും. ഞാൻ വെറുതെ ഇല്ല ബ്രോ, എൻ്റെ ഫേസ് മാത്രമേ ഉള്ളൂ. കണ്ട ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ നിലവിൽ 3 പേര് ഒരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പൈ റെസ്റ്റോറൻറ്റ് ഗൈസ്. പൊറോട്ട റെഡിയേ? ഓക്കെ ജി. എൻ്റെ വീട് എന്ത് ഗൈസ് നിങ്ങളാരും കാണാത്തത്? वो हमारा परोठा आ गया. पार्सल है भाई. हाँ पार्सल चाहिए जी, पार्सल चाहिए. നല്ലൊരു പയ്യനാണ് പാവം, പൊറോട്ട പൊതിഞ്ഞെടുത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ട പൊറോട്ട ബ്രോ. क्या जी? नहीं, हाँ वो ये सही है. हाँ मेरे को परोठा नहीं चाहिए, मैं आज नहीं खाता है. ഇല്ല പിന്നീട് വേണമെങ്കിൽ കുബൂസ് എല്ലാം വാങ്ങും. ഓക്കെ ജി, മേ ബാദ് में देखेगा. ഇതിനൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അല്ല അതിൻ്റെ കഫിലാണ് ഇപ്പോൾ പോയത്. ഇല്ല പോവാം. ഇല്ല ഞാൻ ഇപ്പോൾ കഴിക്കണില്ല ബ്രോ. ഇപ്പോൾ കഴിച്ചാൽ മതി അല്ലേ? ഒരു കുബൂസ് വാങ്ങാൻ കഴിച്ചു. ഒരു കുബൂസ് എടുക്കും. അയ്യോ പുതിയ വീഡിയോ വരുമോ? പുതിയ വേണമെങ്കിൽ ഇട്ടാം. നിങ്ങളെ വീഡിയോ ഇട്ടോട്ടോ? ഞാനിടും ബ്രോ, ഞാൻ ഇടും. പക്ഷെ എൻ്റെ വീഡിയോ ആരും കാണലില്ല, എൻ്റെ ചാനലില്ല. എങ്ങനെയുണ്ട്? ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പക്ഷേ ഫോളോ ചെയ്യാൻ പറഞ്ഞു.
ഇൻസ്റ്റയില് കണ്ടല്ലേ? ഒറ്റ വീഡിയോയിലേ കേട്ടിട്ടുള്ളൂ ഇൻസ്റ്റയില്. അങ്ങനെ നടന്നു പോകുമ്പോ എന്തൊക്കെയാ പറയണ്ടേ? ആ നിങ്ങൾ കണ്ടല്ലേ അത്? ഓ അപ്പൊ ഞാൻ ഫേമസ് ആയി തന്നെയല്ലേ? ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കണം. ആ ഒരു വീഡിയോ ഇട്ടോളൂ ഞാൻ. ശരി എന്നാ പോയിട്ട് വന്നു. എൻ്റെ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ടു പുള്ളി. ഓഹോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോകണം. എൻ്റെ ഇൻസ്റ്റയിലെ 1 മില്യൺ ആയ കാര്യം യൂട്യൂബിലെ ഓരോ കാറിന് ഇവിടെ കേട്ടോ. ഇതൊരു റോഡാണ് ഗൈസ്. ആര് ഒന്നും കൊടുക്കില്ല. ഞാൻ ജുബൈലിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ക്യാമറ നോക്കി ക്രോസ് ചെയ്യാൻ പറ്റൂല. ക്രോസ് ചെയ്താലേ വണ്ടി ഇടിച്ചെടുത്തിടും. കണ്ട പോണ ആളിന്ന് കണ്ട, അതാണ് വിഷയം. നോർമലി ഇവിടെ ഭയങ്കര ഇതാണ് ഗൈസ്. ഇവിടെ ഭയങ്കര വണ്ടി ഭയങ്കര ഇതാണ്, എപ്പോഴും ബിസിയാണ്. ഇപ്പം തിരക്ക് കുറവാണ്. അറിയാലേ, ഈ റോഡ് മുറിച്ച് കടക്കലാണ് ഒരു ദൗത്യം. പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷിക്കണം. പട്ടാളോ പോലീസൊക്കെ അപ്പുറത്തോട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ വേണമെങ്കിൽ തൽക്കാലം സൂം ചെയ്തേക്കാം. കണ്ട എമ്പോട്ട് അടുത്ത ആൾ വരുമ്പോൾ അവൻ പോവും. അവിടെ പോകുമ്പോൾ അടുത്ത ആൾ വരും. പെട്ടെന്ന് പോട്ടെ. ഞാൻ മാസത്തിൽ 2 തവണ ട്രിം ചെയ്യുള്ളൂ മാക്സിമം. ചില മാസങ്ങളിൽ 1 തവണ. താടിയാണെങ്കിൽ 2 ദിവസം കൊണ്ട് വളരും. ചെറുക്ക് താടി വളരാത്ത പ്രശ്നമാണ്. എനിക്ക് താടി 2 ദിവസം കൊണ്ട് വളരുമ്പോഴേ എന്നൊന്നും ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. താടി വളർന്ന കുറ്റം, താടി ഷേവ് ചെയ്ത കുറ്റം. അതായത് സ്വന്തമായിട്ട് എടുത്ത് ട്രിം ചെയ്യണതാണ് നല്ലത്. എനിക്ക് സ്വന്തമായിട്ട് ഷേവ് ചെയ്യാൻ വല്ല മെഷീൻ കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ഹെൽമെറ്റ് പോലെ. ആ ട്രിമ്മർ ചെയ്താൽ അതിനൊരു പെർഫെക്ഷൻ, നമ്മളെ സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റില്ല. തിരിച്ചങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഇരിക്കുന്നു ഉണ്ടോ? ആ ചുക്ക്